ഒൺലി ബിക്കോസ് ഞാനൊരു റിലേഷൻഷിപ്പ് അതിനുശേഷം 14 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ആലോചിക്കണം. 14 ഇയേഴ്സിന് ശേഷം വീണ്ടും ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അത് നിങ്ങളുടെ അടുത്തല്ല ഞാനത് അറിയിച്ചു, അത്രയും എക്സ്പോസ് ചെയ്തു. കാരണം അത്രയും ഐ ഫെൽറ്റ് ലൗഡ് ഫോർ എ ടൈം. അപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ സംഗീതം എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കണക്ഷൻസ് ഫീൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മുൻ ഭർത്താവിനെതിരെയും തനിക്കെതിരെയും സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ച് അമൃത സുരേഷ്. മകൾ അവന്തിക ബാലയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമൃതയുടെ പ്രതികരണം. നേരത്തെ മകൾക്ക് മറുപടിയുമായി ബാലയും എത്തിയിരുന്നു. ബാല തന്നെ ചതിച്ചതാണ് വിവാഹം കഴിച്ചതെന്നും തന്നെയും മകളെയും ഉപദ്രവിക്കാറുണ്ടെന്നും അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. ബാലയ്ക്ക് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ റിലേഷൻഷിപ്പിനെക്കുറിച്ചും അമൃത വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സംഗീത സംവിധായകൻ ഗോപി സുന്ദറും അമൃതയും പ്രണയത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞു. ഇതിൻ്റെ പേരിൽ ഇപ്പോഴും തുടരുന്ന സൈബർ ആക്രമണത്തിനെക്കുറിച്ച് അമൃത വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: 14 വർഷത്തിന് ശേഷം ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. നിങ്ങളെല്ലാവരോടും തുറന്നു പറയുകയും ചെയ്തിരുന്നു. ആ സമയത്ത് സ്നേഹിക്കപ്പെടുന്നതായി എനിക്ക് തോന്നി. ഞങ്ങൾക്കിടയിൽ സംഗീതമുണ്ടായിരുന്നു. ഇത്രയും ട്രോമാറ്റിക് ആയൊരു റിലേഷൻഷിപ്പിന് ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് കുളമാകരുതേ എന്ന പ്രാർത്ഥിച്ചാലേ ആരും അതിലേക്ക് കടക്കുകയുള്ളൂ. ഞാനും അങ്ങനെയായിരുന്നു. ഈ സമയം അപ്പുറത്തും വിവാഹം നടന്നിരുന്നു. പക്ഷേ ഞാൻ എവിടെയെങ്കിലും വന്ന് സംസാരിച്ചിട്ടില്ല. അതൊരു 3ാം വിവാഹമായിരുന്നുവെന്ന് പോലും ഞാൻ ഇതുവരെ എവിടെയും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സ്നേഹത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും രണ്ടുപേരും പിരിയുകയായിരുന്നു. പലരും പറഞ്ഞ് മകളെ വിട്ടിട്ട് പോയി എന്നായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് 14 വർഷത്തിന് ശേഷം എനിക്കൊരു ജീവിതം ഉണ്ടാകരുത് എന്നാണോ? വളരെ ആഗ്രഹത്തോടെ വന്നൊരു റിലേഷൻഷിപ്പ് പക്ഷേ വർക്കായില്ല. അതിൻ്റെ പേരിൽ എനിക്ക് ഇപ്പോഴും ഗോപി അണ്ണൻ എവിടെ, ഗോപി അണ്ണൻ ഇട്ടിട്ട് പോയോ എന്നുള്ള കമൻറ്റുകളാണ് വരുന്നത്. പാപ്പുവിൻ്റെ വീഡിയോയിലും കാണാം ആ കുഞ്ഞിന് എത്രത്തോളം വേദനിക്കും. 2ാമത്തെ റിലേഷൻഷിപ്പിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ വൃത്തികെട്ട സ്ത്രീയാക്കുന്നത്. പക്ഷേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ മകളെ ഉപേക്ഷിച്ചോ? എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറിയോ? എനിക്ക് ഒരു സന്തോഷം വേണം, വ്യക്തിജീവിതം വേണം എന്നു കരുതി ഞാനെടുത്ത തീരുമാനമല്ലേ? ഇതേ തീരുമാനമല്ലേ അവിടെയും എടുത്തത്? ഈ റിലേഷൻഷിപ്പിൽ വിള്ളൽ വന്നതിൽ ഇപ്പോഴും കളിയാക്കുന്നവരാണ്. അപ്പുറത്തെ സൈഡിൽ നിന്നും പരസ്യമായി വന്ന് എന്നെ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ എന്നെ എത്ര വേദനിപ്പിക്കുന്നുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനുമൊരു മനുഷ്യനല്ലേ? ഞാനുമൊരു സാധാരണ പെണ്ണാണ്. നിങ്ങൾക്കുള്ള വികാരങ്ങൾ തന്നെയാണ് എനിക്കുമുള്ളത്. ഈ വീഡിയോ ചെയ്തത് വിക്ടിം കാർഡ് കളിക്കാനല്ല, നിസ്സഹായത അവസ്ഥ കൊണ്ടാണ്. പത്രസമ്മേളനം നടത്താനോ PR ടീമിനെ വച്ച് കമന്റിടിക്കാനോ ബാലചേട്ടനെക്കുറിച്ച് മോശമായി സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാപ്പുവിൻ്റെ അച്ഛൻ എന്ന ബഹുമാനം ഞാൻ ഇന്നും ബാലചേട്ടന് കൊടുക്കുന്നുണ്ട്. ഇതുവരെയും അദ്ദേഹത്തിനെതിരെ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ അനുഭവിച്ചതൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായാണ് ഞാൻ സ്നേഹിച്ചയാൾ എന്നത് മനസ്സിലുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന വേദനയും എനിക്കുണ്ട്. ഇനിയെങ്കിലും എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കണം. 4 പെണ്ണുങ്ങൾ മാത്രമുള്ള കുടുംബമാണ്. ആകെയുള്ള വരുമാനം കലയിലൂടെയാണ്. പിന്നെയുണ്ടായിരുന്നത് വ്ലോഗുകളിലായിരുന്നു. 2 വർഷമായി എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് പേടിച്ചിട്ടാണ്. എന്ത് വീഡിയോ ഇട്ടാലും നീ അവൻ്റെ പൈസ എടുത്തില്ലേ എന്ന കമൻറ്റുകളാണ് വരുന്നത്. അതൊക്കെ കേട്ട് വളർന്നു പോയി. ജീവിതത്തിൽ സോഴ്സ് ഓഫ് ഇൻകം വരെ മാറ്റി വെക്കേണ്ടി വന്ന അവസ്ഥ. ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുക. ഇല്ലെങ്കിൽ ഞങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും. ഇനിയൊരു വിശദീകരണവുമായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ ആരും ഉപദ്രവിക്കരുത്.